സുഹൃത്തുക്കളെ, ഇന്ത്യ ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ലോകത്തെ 4ാമത്തെ സമ്പദ് ശക്തിയായിട്ട് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. സാമ്പത്തിക രംഗം എന്തുകൊണ്ട് നമ്മൾ സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് വന്നു എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം നടപ്പിലാക്കിയ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയാണ്. മേക്ക് ഇൻ ഇന്ത്യയിൽ വെളിയിൽ നിന്നും വാങ്ങിക്കുന്ന വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കംപ്ലീറ്റ് സാധനങ്ങളും ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം വേണമെന്ന് പ്രധാനമന്ത്രി കർശനമായിട്ട് നിർദ്ദേശിക്കുകയും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അത് കൃത്യമായി അനുസരിക്കുകയും ചെയ്യേണ്ട പുറത്താണ് നമ്മൾ ഇത്രയും വലിയ നേട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഈ നേട്ടത്തിൽ എത്തി നിൽക്കുന്നെങ്കിലും ഇതിലെ ഈ കണക്കുകൾ വീണ്ടും കറക്ഷൻ ആവാനുണ്ട്. ജപ്പാന് $0.001 ട്രില്യൺ നമ്മൾ പുറകിലാക്കിയത്. അതൊരു വലിയ എമൗണ്ട് അല്ല, ചെറിയ എമൗണ്ടാണ്. അപ്പോൾ സാങ്കേതികമായിട്ട് നമ്മൾ 4ാം സ്ഥാനത്ത് എത്തിയെന്നേ ഉള്ളൂ. ജപ്പാൻ ഇപ്പോഴും ശക്തിയായിട്ട് നമ്മുടെ പുറകെ നിൽപ്പുണ്ട്. ലോകത്ത് 2ാം ലോക മഹായുദ്ധത്തോടെ തകർന്ന് തരിപ്പണമായ ഒരു വ്യവസ്ഥയിൽ നിന്നാണ് ജപ്പാൻ ഈ ഭാഗത്തേക്ക് എത്തിയെന്ന് നിങ്ങൾ ഓർക്കണം. ഇനി ഇന്ത്യയിൽ ലോക ആയുധ കമ്പോളത്തിൽ 2ാമത്തെയോ 3ാമത്തെയോ സ്ഥാനത്ത് നിൽക്കാൻ പോകുന്നത് ഇന്ത്യയാണ്. അത് വരുമ്പോഴത്തേക്ക് ചൈനയും മറികടക്കാൻ നമ്മൾ അടുത്ത ഒരു 10 വർഷം കൊണ്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ വിശദമായിട്ട് കാണുക.